ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സീസണിൽ പാതി വെച്ച് ഇനി നമ്മൾ പുതിയ പരിശീലകനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ ചാൻസ് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇൻ്ററിംഗ് കോച്ചായിട്ട് തോമസും അതുപോലെ ടി ജി പുരുഷോത്തമനും നയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സീസൺ ഫുള്ളാക്കുക എന്നാണ് എൻ്റെ ഒരു തോട്ട്. കാരണം ഏതൊരു പുതിയൊരു പരിശീലനമായാലും ഒരു പാതി വഴി ടീം അതും നമ്മൾ 10ാം സ്ഥാനത്തൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സ്ഥിതിയിൽ ഏതൊരു ടീമിനെയും ഏറ്റെടുക്കാൻ അതൊരു കോച്ചുമാരും അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല, അത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ സീസൺ തുടങ്ങുമ്പോൾ ഒരു പുതിയ പ്ലാനുമായിട്ട് ഒരു പുതിയ കോച്ചിനെ സൈൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയായാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് കോച്ചുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന പരിശീലകൻ അത് സ്പാനിഷ് പരിശീലകനായ ഒഡീഷ എഫ് സിയുടെ നിലവിലെ പരിശീലകനായ സെർജിയോ ലൊബേറയാണ്. ISL വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള പരിശീലകനാണ്. ഇത് റിപ്പോർട്ട് ചെയ്തത് IFTWCയുടെ ഒരു മാധ്യമ പ്രവർത്തകനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊന്നും ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആണ്, വെരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് സക്സസ്ഫുൾ ആയിട്ട് ഈ നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ നടന്ന് ടീമിലേക്ക് എത്തിക്കുക, സെർജിയോ ലൊബേറ എത്തിക്കുക എന്നുള്ളത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം മറ്റൊന്നുമില്ല, എല്ലാവർക്കും അറിയാം വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പരിശീലനം തന്നെയാണ്. ആവശ്യമായ ഫോറിൻ പ്ലേസ്, നല്ല ഫോറിൻ പ്ലേസിനൊക്കെ എത്തിച്ചാലേ പുള്ളി കളിക്കാൻ സഹായിക്കുള്ളൂ. എല്ലാവർക്കും അറിയാം പുള്ളി ഗോവയിലെത്തി, അവിടുന്ന് മുംബൈക്ക് എത്തിയപ്പോൾ അവിടുന്ന് പുള്ളിയുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേയേഴ്സായ അഹമ്മദ് ജാവു, മുർത്താദ ഫോൾ അങ്ങനെ പ്ലേയേഴ്സൊക്കെ ഇവിടേക്ക് എത്തി. അതുപോലെ അടുത്ത ഒഡീഷയിലെത്തിയ അവർ വീണ്ടും എത്തി. ഇപ്പോൾ അവർക്കൊക്കെ ഇനി ഏജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ പ്ലേയേഴ്സിനെ എത്തിക്കേണ്ടി വരും. അതും പുള്ളി പറയുന്ന രീതിയിൽ മിഡ്ഫീൽഡിലേക്കും എല്ലാം ആ പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്ന പ്ലേയേഴ്സിന് എത്തിക്കുക. അത് നമ്മുടെ മാനേജ്മെൻറ്റിനെ കൊണ്ട് സാധിക്കുമോ എന്നറിയില്ല. അതൊക്കെ തന്നെയാണ് നിലവിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ സ്ഥിതിക്ക് സെർജിയോ ലൊബേറ ടീമിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും നടക്കുകയാണെങ്കിൽ അതൊരു ഗുഡ് മൂവ് തന്നെയാണ്. സെർജിയോ ലൊബേറ നല്ലൊരു പരിശീലകനാണ്. അത്രയും ISL എക്സ്പീരിയൻസിന് ട്രോഫീസൊക്കെ നേടിയിട്ട് ഉള്ള പരിശീലനം എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും സെർജിയോ ലൊബേറയെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എങ്ങനെയാലും ഈ സീസണിലല്ല, നെക്സ്റ്റ് സീസണിലേക്ക് വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നത്. അപ്പോൾ കണ്ടറിയാം. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.